ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് അല്ലാട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നമ്മുടെ പൗച്ചസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ കാരണം ഇതിനകത്ത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസ് എടുത്തത്, എത്ര മീറ്റർ എടുത്തിട്ടുണ്ടോ എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാൻവാസാണ്. ക്യാൻവാസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്യാൻവാസ്, അതുപോലെ തന്നെ പിന്നെ ലൈനിങ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. മൂന്ന് മെറ്റീരിയൽ നമ്മളിതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ സിബ് എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എങ്ങനെയാണ് സിബിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ 2 തരത്തിലുള്ള മെറ്റീരിയലാണ്, ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ബ്ലാക്കും പിന്നെ ഒരെണ്ണം റെഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാം ഫുൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച് നമുക്കൊരു 90 സംതിങ് പീസ് നമുക്ക് വേണം. അപ്പോൾ എല്ലാം ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഇത് 2 മോഡലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. ഇത് 2ആണ് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമുക്ക് ടോട്ടൽ 93 പീസാണ് കേട്ടോ ഉള്ളത്. 93 പീസാണ് ടോട്ടൽ വരുന്നത്. ഒരെണ്ണം 46ഉം ഒരെണ്ണം 47ഉം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കൊറിയർ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ എടുത്തതാണ്. കണ്ടോ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് അയക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നേരം ഇതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. കാരണം കൊറിയർ അയക്കുന്നത് കൊണ്ട് വെയിറ്റ് കൂടും. എല്ലാത്തിലും പേപ്പർ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു 2 എണ്ണം പേപ്പർ ഫില്ല് ചെയ്തത് മോഡലിൽ വെക്കുന്നുണ്ട്. ഇത് 2ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ പേപ്പർ ഫില്ല് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. ഇതിപ്പം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ പേപ്പർ ഫില്ലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ കറക്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ, ഇത് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറ്റുമെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനവും കൂടെ ആട്ടോ. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം. അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് ഓർഡർ എടുക്കാം. സ്കൂളുകൾക്ക് ആണെങ്കിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഷോപ്പുകളിലേക്കാണെങ്കിലും ഷോപ്പുകളിൽ കൊണ്ട് മോഡലൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 25 രൂപയ്ക്കാട്ടോ. ഒരു പീസ് 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഞാനിത് ആ ഒരു സെയിൽ എന്ന രീതിയിൽ ചെയ്യുന്ന ഐറ്റം അല്ല. കാരണം എൻ്റെ ഒരു സ്ഥിരം ഒരു കസ്റ്റമറാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ അടുത്ത് ഈ ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം, കാരണം നമ്മളിത് സെയിൽ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതായിരുന്നു. കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്നാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്ന രീതിയിൽ മാത്രമാണ് ഞാനിത് ചെയ്തിട്ട് 25 രൂപ റേറ്റിൽ കൊടുക്കുന്നത്. നിങ്ങളിത് മേക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 40 രൂപ 45 രൂപക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു സെയിൽ എന്ന രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് 25 രൂപ റേറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് മീറ്റർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു റെഡ് എടുത്തത്. പിന്നെ അതൊരു ടോട്ടൽ പറയുവാണെങ്കിൽ ഒരു 3.5 മീറ്ററോളം റെഡ് ഞാൻ എടുത്തിട്ടുണ്ട്.
3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് എടുത്തിരിക്കുന്നത് 3 മീറ്ററാണ്, 44 ഇഞ്ച് വീതിയിലാണ് കേട്ടോ വരുന്നത്. 3 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 മീറ്റർ എടുക്കുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ 48 പീസ് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് വള്ളിയുണ്ട്, ഇതിനകത്ത് ദാ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉൾപ്പെടെ നമുക്ക് 48 പീസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ നമുക്കിത് വരുന്നത് ഇതിൻ്റെ ക്ലോത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാൻവാസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സിബും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനകത്ത് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 മീറ്ററിൽ നമുക്ക് ഇത് വീതിയൊക്കെ നോക്കണം, വീതി അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ 44 ഇഞ്ചിൻ്റെ വീതി ആയതുകൊണ്ട് എനിക്ക് ടോട്ടലി 48 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 25 രൂപ എന്ന് പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റേറ്റ് കുറച്ചും കൂടിയൊക്കെ വാങ്ങിച്ച് 40 രൂപ ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലൈനിങ് എൻ്റെ അടുത്തുണ്ടായിരുന്ന കറക്റ്റ് ലൈനിങ്ങിൻ്റെ മീറ്റർ പറയാൻ പറ്റില്ല, കാരണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് കട്ട് പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ലൈനിങ് വെച്ചിരിക്കുന്നത്. ലൈനിങ് ഞാൻ കോട്ടൻ്റെ ഇതാട്ടോ വെച്ചിരിക്കുന്നത്. കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ ആരി വർക്കിന് യൂസ് ചെയ്യുന്ന മല്ലുണ്ടല്ലോ, വൈറ്റ് മല്ല്, ആ ഒരു ടൈപ്പ് മല്ലിൻ്റെ ബാലൻസ് കട്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ്. അതാണ് ഞാനിതിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടി കോട്ടനാണ്, കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സിബാണെങ്കിൽ ഞാൻ 100 പീസ് നമുക്ക് പാക്കറ്റായിട്ട് നിങ്ങൾ ഇതുപോലെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പാക്കറ്റായിട്ടൊക്കെ കിട്ടും. വലിയ സിബാണ് കേട്ടോ പറ്റുന്നത്, ചെറിയ സിബ് പറ്റില്ല. ഒന്നെങ്കിൽ വലിയ സിബായിട്ട് വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റോളായിട്ട് കിട്ടും, റോള് നോക്കിയിട്ട് വാങ്ങിക്കുക. വലിയ സിബ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് കുറച്ച് പീസ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ റോളാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങളതനുസരിച്ച് വാങ്ങിച്ചിട്ട് എടുക്കുക. അപ്പോൾ സിബായിട്ട് ഒറ്റ പീസിൻ്റെ സിബായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ പാക്കറ്റായിട്ട് വാങ്ങിക്കാം. 100 പീസിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാകും. ഞാൻ 100 പീസിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ 50 പീസിൻ്റെ ആണെങ്കിലും അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കാരണം പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സാധാ നോർമൽ മെഷീൻ മതി, അത് വെച്ച് തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.